العالمين الصلاة والسلام على رسوله الأمين وعلى آله والصحابة الطيبين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. تبارك الذي بيده الملك وهو على كل شيء قدير. സ്നേഹമുള്ള സഹോദരിമാരെ, സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, അള്ളാഹുവിന്റെ തൗഫീഖോട് കൂടി പരിശുദ്ധ റമദാനിലെ പുണ്യമേറിയ രാപ്പകലുകൾ ഒട്ടേറെ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് നാം ഓരോരുത്തരും. നേരറിവ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ അള്ളാഹുവിന്റെ ദീൻ ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള സംരംഭമാണ് നമ്മൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ബറക്കത്ത് ലഭിക്കാൻ എന്ന വിഷയമാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സർവ്വലോക രക്ഷിതാവായ അള്ളാഹു നന്മയുടെ കേദാരമാണ്, സുഹൃതങ്ങളുടെ കലവറയാണ്. തൻ്റെ അടിമകൾക്ക് ആവശ്യമായ എല്ലാ നന്മകളും പൊതുവായി നൽകുകയും അള്ളാഹുവിന് വഴങ്ങി ഒതുങ്ങി അവനെ അനുസരിച്ച് അവന്റെ കൽപ്പനകൾക്ക് വശംവദരായി ജീവിക്കുന്ന ആളുകൾക്ക് പ്രത്യേകമായി ധാരാളം നന്മകൾ ചൊരിയുകയും ചെയ്യുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ രണ്ട് നാമങ്ങൾ ഈ വിഷയത്തെ അറിയിക്കുന്നുണ്ട്. ഒന്ന് അൽ ബർറു, ധാരാളം നന്മ ചെയ്യുന്നവൻ. രണ്ട് അൽ മുഹ്സിനു, നന്മ ചെയ്യുന്നവൻ. അള്ളാഹുവിന്റെ ഈ രണ്ട് നാമങ്ങൾ അറിയിക്കുന്നത് തൻ്റെ അടിമകൾക്ക് ധാരാളം പുണ്യം ചൊരിയുകയും അനുഗ്രഹങ്ങൾ നൽകുകയും ചെയ്യുന്നവനാണ് അള്ളാഹു എന്നാണ്. വിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്തുണ്ട്, അതിൽ 30 ആയത്തുകളാണ്. ആ സൂറത്ത് പാരായണം ചെയ്യുന്നവന് വേണ്ടി ആ സൂറത്ത് പാപം പൊറുക്കുന്നത് വരെ ശുപാർശ പറയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച സൂറത്തുൽ മുൽക്ക് ആരംഭിക്കുന്നത് തന്നെ, 67-ാം അധ്യായം തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ്: തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. തീർച്ചയായും ആധിപത്യം ഏതൊരുവന്റെ കയ്യിലാണോ അവൻ അനുഗ്രഹപൂർണനായിരിക്കുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം അനുഗ്രഹങ്ങളും പുണ്യങ്ങളും ചൊരിയുന്നവനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അവിടെ തബാറക്ക, അനുഗ്രഹപൂർണനായി എന്നത് വന്നിട്ടുള്ളത് ബറക്കത്ത് എന്ന പദത്തിൽ നിന്ന് തന്നെയാണ്. എന്താണ് ബറക്കത്ത് എന്ന് പറഞ്ഞാൽ? ചില ആളുകളൊക്കെ തെറ്റായി പ്രയോഗിക്കാറുണ്ട്, ബർക്കത്ത് എന്ന് പറയാറുണ്ട്. അത് ശരിയല്ല. റാഇന് സുക്കൂൻ ഇട്ടുകൊണ്ടല്ല പറയേണ്ടത്, മറിച്ച് റാഇന് ഫതഹാണ്, ബറക്കത്ത്. അതുപോലെ തന്നെ ബർക്കത്ത് കേഫിന് ഷദ്ദുള്ളത് പോലെ തോന്നാനും പാടില്ല. ബറക്കത്ത് ബാ റാ കെഫ് താ, അത് ബറക്ക എന്ന രീതിയിൽ തന്നെ പറയണം. ബർക്കത്തല്ല എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുക. ഈ ബറക്കത്ത് എന്ന വാക്കിന്റെ ഭാഷാപരമായ അർത്ഥം ഐശ്വര്യം, പുരോഗതി, അഭിവൃദ്ധി, അനുഗ്രഹം, സൗഭാഗ്യം, വളർച്ച, വർധനവ് എന്നൊക്കെയാണ് ഭാഷാപരമായി ആ വാക്കിന്റെ അർത്ഥം. എന്നാൽ മതപരമായി, സാങ്കേതികമായി ബറക്കത്ത് എന്ന പദത്തിന് വിശദീകരണമായി പണ്ഡിതന്മാർ പറഞ്ഞത്
അൽ ബറക്കത്തു സുബൂത്തുൽ ഖൈരി ഫി ഷൈഇ, ഒരു കാര്യത്തിൽ അതിൽ എന്തൊരു നന്മയാണോ ഉള്ളത് ആ നന്മ തുടർച്ചയായി ഉണ്ടാകണം. അപ്പൊ തുതുലകു അലൻ നമാഇ വസിയാദ വസ്സആദ, ആ അനുഗ്രഹം കൊണ്ട് അവന് ഗുണം ലഭിക്കും, അവന് സൗഭാഗ്യം ഉണ്ടാകും, അതിങ്ങനെ വളർന്ന് ഉയർന്നു കൊണ്ടേയിരിക്കും. അപ്പൊ എന്താണ് ബറക്കത്ത് എന്ന് ചോദിച്ചാൽ, അനുഗ്രഹങ്ങൾ ലഭിക്കുകയും ആ അനുഗ്രഹങ്ങൾ തുടരുകയും ആ അനുഗ്രഹങ്ങൾ വളർന്നുകൊണ്ടേയിരിക്കുകയും ചെയ്യുന്ന അവസ്ഥക്കാണ് ബറക്കത്ത് എന്ന് പറയുക. അള്ളാഹു നമുക്ക് സമ്പത്തിൽ ബറക്കത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ, സമ്പത്ത് ലഭിക്കുകയും ആ സമ്പത്ത് എന്ന അനുഗ്രഹം നമുക്ക് തുടർച്ചയായി ഉണ്ടാവുകയും ആ സമ്പത്തിൽ നമുക്ക് വർധനവുണ്ടാവുകയും ചെയ്യുക, ആ സമ്പത്ത് നല്ല നിലക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന വിധത്തിൽ നമുക്ക് തൗഫീഖ് ലഭിക്കുക എന്നൊക്കെയാണ് ബറക്കത്ത് സമ്പത്തിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനാണ് ബറക്കത്ത് നൽകുന്നവൻ എന്ന് അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ അനുഭവിക്കുന്ന, നമ്മൾ ആസ്വദിക്കുന്ന ഏതൊരു അനുഗ്രഹം ഉണ്ടെങ്കിലും അതെല്ലാം നമുക്ക് നൽകുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. വിശുദ്ധ ഖുർആൻ പല സ്ഥലങ്ങളിൽ ഈ കാര്യം ആവർത്തിച്ചു പഠിപ്പിക്കുന്നുണ്ട്. ബറക്കത്ത് നൽകുന്നവൻ അല്ലാഹു മാത്രമാണ് എന്ന കാര്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ പ്രത്യേകം ആ കാര്യം പറയുകയും ചെയ്തു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞങ്ങളുടെ കയ്യിൽ വെള്ളം വളരെ കുറവായിരുന്നു. അല്പം വെള്ളം ആരുടെയെങ്കിലും കയ്യിലുണ്ടോ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്വേഷിച്ചു. സ്വഹാബിമാർ അല്പം വെള്ളം ഒരു പാത്രത്തിൽ കൊണ്ടുവന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പാത്രത്തിലേക്ക് കൈ പ്രവേശിപ്പിച്ചു. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അൽ ബറകത്തു മിനല്ലാഹ്, ബറക്കത്ത് അല്ലാഹു നൽകുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ കൈ വെള്ളത്തിലേക്ക് പ്രവേശിപ്പിക്കുകയും വെള്ളം വർദ്ധിക്കുകയും അവിടെയുള്ള ആളുകൾക്ക് മുഴുവൻ വുളു എടുക്കാനും ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനും കഴിയുന്ന വിധത്തിൽ ആ വെള്ളം തികയുകയും ചെയ്തു. ഇവിടെ രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, ഉള്ളതിൽ വർധനവുണ്ടാവുകയും ആവശ്യക്കാർക്കെല്ലാം ഉപയോഗിക്കാൻ പറ്റുന്ന വിധത്തിൽ അത് തികയുകയും ചെയ്തു എന്നതാണ് അവിടുത്തെ ബറക്കത്ത്. അതോടൊപ്പം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞു, അൽ ബറക്കത്തു മിനല്ലാഹ്, ഇത് എന്റെ ഒരു പ്രത്യേക കഴിവോ ഒന്നുമല്ല, മറിച്ച് ഇത് അള്ളാഹു പ്രവാചകനിലൂടെ കാണിച്ച ഒരു മുഅ്ജിസത്ത് ആണ്, ഈ ബറക്കത്ത് അള്ളാഹു നൽകുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ചില വ്യക്തികൾക്ക്, ചില പ്രദേശങ്ങൾക്ക്, ചില സമയങ്ങൾക്ക് ഇതിനൊക്കെ ബറക്കത്ത് നിശ്ചയിച്ചിട്ടുണ്ട്. അത് അതുപോലെ വിശ്വസിക്കാൻ നാം തയ്യാറാകണം. ഇപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ബറക്കത്ത് നിശ്ചയിച്ച സ്ഥലങ്ങളാണ് മസ്ജിദുൽ ഹറം, അൽ മസ്ജിദുൽ നബവി, അതുപോലെ തന്നെ മസ്ജിദുൽ അഖ്സ. വിശുദ്ധ ഖുർആൻ തന്നെ ഈ കാര്യം പഠിപ്പിച്ചു തന്നു. ഇന്ന അവ്വല ബൈത്തിൻ ഉദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറകൻ വഹുദൻ ലിൽ ആലമീൻ. ഖുർആനിലെ 3-ാം അധ്യായം സൂറത്തു ആലി ഇംറാനിലെ 96-ാമത്തെ ആയത്താണ്. മനുഷ്യർക്ക് വേണ്ടി സ്ഥാപിക്കപ്പെട്ട ഒന്നാമത്തെ ആരാധനാ മന്ദിരമാണ് ബക്കയിലുള്ള മസ്ജിദുൽ ഹറം എന്ന് പറയുന്നിടത്ത് ബിബക്കത മുബാറക്കൻ, അനുഗ്രഹീതമായ ബറക്കത്ത് നൽകപ്പെട്ട ഒരു സ്ഥലമാണ് അൽ മസ്ജിദുൽ ഹറം എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. അല്ലാഹുവേ, നീ മക്കക്ക് പവിത്രത നൽകിയതുപോലെ, മക്കയെ അനുഗ്രഹിച്ചതുപോലെ മദീനയെയും നീ അനുഗ്രഹിക്കണമേ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കുകയും ആ പ്രാർത്ഥനക്ക് ഉത്തരം നൽകപ്പെടുകയും ചെയ്തു എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാം. അപ്പോൾ അൽ മസ്ജിദുൻ നബവി, അതല്ലെങ്കിൽ മദീന, അതും ബറക്കത്താക്കപ്പെട്ട മണ്ണാണ്. വിശുദ്ധ ഖുർആൻ 17-ാം അധ്യായം സൂറത്തുൽ ഇസ്രായിലെ ആദ്യ വചനത്തിൽ തന്നെ സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ അല്ലദീ ബാറക്നാ ഹൗല, നാം അനുഗ്രഹം, ചുറ്റും അനുഗ്രഹം ചൊരിഞ്ഞ, നാം ബറക്കത്താക്കിയ മണ്ണുള്ള അൽ മസ്ജിദുൽ അഖ്സ, ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസിലെ മസ്ജിദുൽ അഖ്സയെ കുറിച്ച് ബറക്കത്തുള്ള സ്ഥലം എന്ന്
വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചില വ്യക്തികൾക്ക് അള്ളാഹു ബറക്കത്ത് നൽകിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കാര്യം ഈസാ നബിയുടെ വാചകമായി പറഞ്ഞു. ഖാല ഇന്നി അബ്ദുല്ലാഹ് ആതാനിയൽ കിതാബ് വജഅലനി നബിയ്യ വജഅലനി മുബാറകൻ ഐനമാ കുൻതു വഔസാനി ബിസ്സലാത്തി വസ്സകാത്തി മാ ദുംതു ഹയ്യ. സൂറത്തു മറിയമിലെ 30-31 ആയത്തുകളിൽ ഈ കാര്യം നമുക്ക് കാണാൻ കഴിയും. ഞാൻ എവിടെയായിരുന്നാലും എനിക്ക് ബറക്കത്ത് നൽകിയിരിക്കുന്നു എന്ന് ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്. ചില പ്രത്യേക സമയങ്ങൾക്ക് പ്രത്യേകം ബറക്കത്തുള്ള സമയമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. നിങ്ങൾ നിങ്ങളുടെ സുബ്ഹിന് ശേഷമുള്ള ആദ്യ സന്ദർഭങ്ങൾ, പ്രഭാത വേളകൾ ഉപയോഗപ്പെടുത്തണം എന്നവിടുന്ന് പറഞ്ഞു. എന്റെ ഉമ്മത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഭാത വേളകളിൽ ബറക്കത്ത് നൽകുന്നുണ്ട് എന്ന് അവിടുന്ന് പഠിപ്പിച്ചു. തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയിൽ കാണാം, അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫീ ബുകൂരിഹാ. അള്ളാഹുവേ, എന്റെ ഉമ്മത്തിന് അവരുടെ ആദ്യ സമയങ്ങളിൽ, പ്രഭാതത്തിന്റെ ആദ്യ വേളകളിൽ, പ്രഭാതത്തിന്റെ തുടക്കത്തിൽ അവർക്ക് നീ അനുഗ്രഹം ചൊരിയണമേ, ബറക്കത്ത് നൽകണമേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചത് ഹദീസുകളിൽ നമുക്ക് കാണാം. ചില പ്രത്യേക വസ്തുക്കൾക്ക് ബറക്കത്തുണ്ട്. സംസം വെള്ളം ബറക്കത്താക്കപ്പെട്ട വെള്ളമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അത്താഴം അത് കഴിക്കണമെന്നും അതിൽ ബറക്കത്തുണ്ട് എന്നും, തസഹറു ഫഇന്ന ഫിസ്സഹൂരി ബറക, നിങ്ങൾ അത്താഴം കഴിക്കണം, തീർച്ചയായും അത്താഴം കഴിക്കുന്നതിൽ നിങ്ങൾക്ക് ബറക്കത്തുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ ബറക്കത്താക്കപ്പെട്ട ഗ്രന്ഥമാണ് എന്ന് ഖുർആൻ തന്നെ പഠിപ്പിച്ചു. കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറക് ലിയദ്ദബ്ബറു ആയാതിഹി വലിയതദക്കറ ഉലുൽ അൽബാബ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, നിനക്ക് നാം അവതരിപ്പിച്ചിട്ടുള്ള ഈ അനുഗ്രഹീത ഗ്രന്ഥം, ബറക്കത്താക്കപ്പെട്ട ഗ്രന്ഥം എന്നാണ് വിശുദ്ധ ഖുർആനിനെ കുറിച്ച് ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് നൽകുന്നതിൽ ബറക്കത്ത് നൽകണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുമായിരുന്നു. അല്ലാഹുമ്മ ബാരിക് ലീ ഫീമാ അഅതൈത്. നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കേണ്ട ഒരു വാചകം കൂടിയാണത്. ഈ വാചകം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം. അള്ളാഹു നമുക്ക് എന്തെങ്കിലും കുറെ തന്നാൽ പോരാ, നമുക്ക് കുറെ സമ്പത്തുണ്ടായാൽ പോരാ, നമുക്ക് നല്ലൊരു വീടുണ്ടായാൽ പോരാ, നമുക്ക് നല്ലൊരു വാഹനം ഉണ്ടായാൽ പോരാ, നമുക്ക് നല്ല അയൽവാസികൾ ഉണ്ടായാൽ പോരാ, നമുക്ക് ജോലിയും കൂലിയും ലഭിച്ചാൽ പോരാ, ലഭിക്കുന്നതിൽ ബറക്കത്തുണ്ടാകണം, അള്ളാഹുവിന്റെ അനുഗ്രഹം ഉണ്ടാകണം. അതുകൊണ്ട് നാം പ്രാർത്ഥിക്കണം, അല്ലാഹുമ്മ ബാരിക് ലീ ഫീമാ അഅതൈത്. അല്ലാഹുമ്മ, അല്ലാഹുവേ, ബാരിക് ലീ, നീ എനിക്ക് ബറക്കത്ത്, അനുഗ്രഹം ചൊരിയണേ, ഫീമാ അഅതൈത, നീ എനിക്ക് തന്നതിൽ, നീ എനിക്ക് നൽകുന്നതിൽ നീ പ്രത്യേകം അനുഗ്രഹം ചൊരിയണമേ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയും നമുക്ക് പ്രാർത്ഥിക്കാൻ മാതൃക പഠിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ്. സഹോദരങ്ങളെ, ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, യഥാർത്ഥത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബറക്കത്തിന് വേണ്ടി പ്രാർത്ഥിച്ചതും ബറക്കത്ത് ലഭിക്കണം എന്ന് നമ്മളോട് ആഗ്രഹിക്കാൻ പറഞ്ഞതും ഒക്കെ എന്തിനാണ്? ഒരു കാര്യം ഉപകാരപ്പെടണം എന്നുണ്ടെങ്കിൽ അതിൽ അനുഗ്രഹം ചൊരിയുക തന്നെ വേണം. കുറെ സമ്പത്തുണ്ടായി, പക്ഷെ ആ സമ്പത്തൊന്നും ഉപകാരപ്പെടാത്ത വിധം നാം രോഗിയായാൽ, അല്ലെങ്കിൽ ആ സമ്പത്ത് എത്ര ഉണ്ടായിട്ടും അത് തികയാത്ത വിധം നാം ദരിദ്രനായാൽ എന്തായിരിക്കും അവസ്ഥ? അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ലൈസൽ ഗിന അൻ കസ്റത്തിൽ അർദ്. ഭൗതിക സൗകര്യങ്ങളും സംവിധാനങ്ങളും കുറെ ഉണ്ടാകലല്ല ഐശ്വര്യം എന്ന് പറയുന്നത്. വലാകിന്നൽ ഗിന ഗിനൻ നഫ്സ്, മറിച്ച് മനസ്സിന്റെ സംതൃപ്തിയാണ് യഥാർത്ഥ ഐശ്വര്യം, യഥാർത്ഥ സമ്പന്നത എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ചിലപ്പോൾ ഒരു മാസത്തിൽ 10,000 രൂപ ശമ്പളം വാങ്ങുന്ന ഒരു വ്യക്തിക്ക് അയാളുടെ കാര്യവും അയാളുടെ കുടുംബത്തിന്റെ കാര്യവും നല്ല രീതിയിൽ നടന്നു പോവുകയും അല്പം ബാലൻസ് വരികയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടായേക്കാം. എന്നാൽ 1,00,000 രൂപ ശമ്പളം വാങ്ങുന്ന ഒരു വ്യക്തിക്ക് തന്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ അത് തികയാതെ വരുന്ന പല കാരണങ്ങളാലും, ഒരുപക്ഷെ ആശുപത്രിയിൽ പോകേണ്ടി വന്നിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളെ കൊണ്ടോ ആ സമ്പത്ത് തികയാതെ വരുന്ന അവസ്ഥയും ഉണ്ടായേക്കാം. ഇവിടെ ആദ്യ വ്യക്തിക്ക് 10,000 രൂപയാണ് ലഭിക്കുന്നതെങ്കിലും അയാൾക്ക് അതിൽ ബറക്കത്തുണ്ട് എങ്കിൽ അദ്ദേഹത്തിനാണ് അത് ഉപകാരപ്പെടുന്നത് എന്നർത്ഥം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ
ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ ചെല്ലുകയാണ്. ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയാണ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനെയും കൂട്ടി ചെന്നിട്ട് അദ്ദേഹത്തിന്റെ ഉമ്മ പറയുകയാണ്, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ പ്രവാചകരെ, അനസുൻ ഖാദിമുക, അനസ് താങ്കളുടെ സേവകനാണല്ലോ, താങ്കൾക്ക് ഒരുപാട് സഹായങ്ങളും കാര്യങ്ങളും ചെയ്തു തരുന്ന വ്യക്തിയാണല്ലോ. ഉദ്ഉല്ലാഹ ലഹു, അള്ളാഹുവിനോട് എന്റെ മോനു വേണ്ടി നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണം. പാല അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ അക്സിർ മാലഹു വവലദഹു വബാരിക് ലഹു ഫീമാ അഅതൈതഹു, അള്ളാഹുവേ, ഈ അനസിന് നീ സമ്പത്തിൽ വർധനവ് കൊടുക്കണേ, ധാരാളം മക്കളെ കൊടുക്കണേ, അദ്ദേഹത്തിന് നീ എന്ത് കൊടുത്താലും അതിൽ ബറക്കത്ത് ചെയ്യണമേ. സഹോദരങ്ങൾ, ഈ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചപ്പോ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ പറയുകയാണ്, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ അൻസ്വാരികളിൽ ഏറ്റവും കൂടുതൽ സമ്പന്നതവും ധാരാളം ഐശ്വര്യവും ലഭിച്ച വ്യക്തിയായി അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു മാറി എന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അവൻ എന്തൊക്കെ തരുന്നുണ്ടെങ്കിലും അതിലെല്ലാം പ്രത്യേകം ബറക്കത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. നോക്കൂ, നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ പരിശോധിച്ചാൽ അള്ളാഹു നമുക്ക് ബറക്കത്ത് ചെയ്യാൻ കാരണമാകുന്ന ചില കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അവ വിശദമായി പറയുന്നതിന് പകരം ചിലത് എണ്ണി പറഞ്ഞു വേഗത്തിൽ അവസാനിപ്പിക്കാനാണ് ഇൻഷാ അള്ളാഹ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ബിഇദ്നില്ലാഹ് അള്ളാഹു തൗഫീഖ് ചെയ്ത് നമുക്കും അനുഗ്രഹങ്ങളുടെ കേദാരമായി ജീവിക്കാൻ പറ്റും. അതിൽ ഒന്നാമത്തേത് നമ്മുടെ വിശ്വാസം ശരിയാക്കുകയും അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുകയും ചെയ്യുക എന്നതാണ്. അൽ ഈമാനു വത്തഖ്വ, നമ്മുടെ വിശ്വാസത്തിൽ ലവലേശം പോലും കളങ്കം വരാതിരിക്കുക, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്ന ലാ ഇലാഹ ഇല്ലല്ലയിൽ ഒരൽപ്പം പോലും വീഴ്ച വരാതിരിക്കുക, വിശ്വാസത്തിന്റെ ഏതെല്ലാം രംഗങ്ങളുണ്ടോ അതെല്ലാം ശരിയാക്കാൻ നമുക്ക് സാധിക്കണം. അതോടൊപ്പം അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിക്കാൻ നമ്മളെ കൊണ്ടാകും. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ കാര്യം നമുക്ക് പഠിപ്പിച്ചു തന്നു. ഖുർആനിലെ 7-ാം അധ്യായം സൂറത്തുൽ അഅറാഫിലെ 96-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുകയാണ്, വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനൂ വത്തഖൗ, ഏതെങ്കിലും ഗ്രാമത്തിലുള്ള ആളുകൾ ആമനു അവർ വിശ്വസിക്കുകയും വത്തഖൗ അവർ തഖ്വ കാണിക്കുകയും ചെയ്താൽ ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർള്, ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും നാം അവർക്ക് അനുഗ്രഹങ്ങൾ തുറന്നു കൊടുക്കുന്നതാണ്, ബറക്കത്ത് ചൊരിയുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് ഖുർആനിലൂടെ, ഏതെങ്കിലും നാട്ടുകാർ അള്ളാഹുവിൽ വിശ്വസിച്ച് അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ ലഫതഹ്നാ അലൈഹിം, അവരുടെ മേൽ നാം തുറന്നു കൊടുക്കുന്നതാണ്, ധാരാളം അവർക്ക് നാം നൽകുന്നതാണ്, ബറകാത്തിൻ മിനസ് സമാഇ വൽ അർള്, ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നുമുള്ള അനുഗ്രഹങ്ങൾ അള്ളാഹു നമുക്ക് നൽകണം. അള്ളാഹിനെ സൂക്ഷിച്ച് ജീവിക്കുക, തഖ്വയോടുകൂടി ജീവിക്കുക. ഞാൻ അതൊന്നും വിശദീകരിക്കുന്നില്ല, കാരണം തഖ്വ എന്ന വിഷയം തന്നെ ഒരുപക്ഷെ ഇതിന്റെ പരമ്പരയിൽ നമ്മൾ കേട്ടിട്ടുണ്ടാകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോ തഖ്വയുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്നില്ല. തഖ്വയുള്ളവരാവുക എന്നതാണ് അള്ളാഹു നമുക്ക് ബറക്കത്ത് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം. അതോടൊപ്പം നമ്മൾ നമ്മുടെ വിശ്വാസം ശരിയാക്കി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നതോടൊപ്പം ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യുക, ഇബാദത്തിൽ നമ്മൾ മുഴുകുക, അള്ളാഹു ഇഷ്ടപ്പെടുന്ന ദിക്റുകളിലും ദുആകളിലും ഇസ്തിഗ്ഫാറിലും തൗബയിലും ദാനധർമ്മങ്ങളിലും സുന്നത്തായ നമസ്കാരങ്ങളിലും ഖുർആൻ പാരായണത്തിലുമൊക്കെ നമ്മൾ മുഴുകുക എന്നത് നമുക്ക് അള്ളാഹു കൂടുതൽ ബറക്കത്ത് ചെയ്യാൻ കാരണമാകുന്ന കാര്യമാണ്. നമ്മുടെ വിഷമങ്ങൾ തീരാനും നമ്മുടെ പ്രതിസന്ധികൾ മാറാനും നമ്മുടെ കടം വീടാനും നമ്മുടെ ബുദ്ധിമുട്ടുകൾ അകലാനും നാം ചെയ്യുന്ന സൽക്കർമ്മങ്ങളിലൂടെ സാധിക്കും എന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അള്ളാഹു പറഞ്ഞതായി അഥവാ ഖുദ്സിയായ ഹദീസിലൂടെ പഠിപ്പിച്ചു, ഖാല അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നു, യബ്ന ആദം, ഏ മനുഷ്യ, തഫറഗ് ലിഇബാദത്തി, എന്നെ ആരാധിക്കാൻ വേണ്ടി നീ ഒഴുകിയിരിക്കൂ, ആരാധനാ കർമ്മങ്ങൾക്ക് വേണ്ടി നീ മാറി നിൽക്ക്, ഇബാദത്തുകളിൽ നിന്റെ ജീവിതം നീ തളച്ചിട്.
എങ്കിൽ നിന്റെ ഹൃദയം മുഴുവൻ, നിന്റെ മനസ്സ് മുഴുവൻ ഞാൻ ഐശ്വര്യം, സമാധാനം, സംതൃപ്തി നിറച്ചു തരാം. നിന്റെ ദാരിദ്ര്യം, നിന്റെ പട്ടിണിയും പായേരവും ഞാൻ അടച്ചിടാം. നീ അതിന് തയ്യാറല്ലെങ്കിൽ, നിനക്കതിന് സാധ്യമല്ലെങ്കിൽ, നീ ഇബാദത്തുകളിലും സൽക്കർമ്മങ്ങളിലും മുഴുകുന്നില്ലെങ്കിൽ, നിന്റെ ഇരു കൈകൾക്കും നാം പണി തരും. നിനക്ക് ജോലി ഉണ്ടാകും, നീ അധ്വാനിക്കുന്നുണ്ടാകും, നീ കഷ്ടപ്പെടുന്നുണ്ടാകും, ഇരു കൈകൾക്കും ചെയ്താൽ തീരാത്ത വർക്ക് ഉണ്ടാകും. പക്ഷേ വലം മസുദ്ദ ഫക്കറക്ക, അതുകൊണ്ടൊന്നും നിന്റെ ദാരിദ്ര്യം ഞാൻ നീക്കുകയില്ല എന്ന് അള്ളാഹു പറഞ്ഞതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. മൂന്നാമത്തെ ഒരു കാര്യം, നമുക്ക് ലഭിച്ചതിന് അള്ളാഹുവിന് നന്ദി കാണിക്കുക. എങ്കിൽ ഉള്ളതിൽ അള്ളാഹു വർധനവ് നൽകും. അള്ളാഹു നമുക്ക് തന്ന സമ്പത്തിന് നാം നന്ദി കാണിക്കുകയാണെങ്കിൽ നമ്മുടെ സമ്പത്തിൽ വർധനവുണ്ടാകും. നമ്മുടെ മക്കളെ അള്ളാഹു നമുക്ക് തന്നതിന് നാം നന്ദി കാണിക്കുകയാണെങ്കിൽ നമ്മുടെ മക്കളിൽ അള്ളാഹു ബറക്കത്ത് ചൊരിയും. ഇങ്ങനെ നമുക്ക് എന്തൊക്കെ ലഭിക്കുന്നുണ്ടോ അതിലൊക്കെ നന്ദിയുള്ളവരാകാൻ സാധിച്ചാൽ കൂടുതൽ അനുഗ്രഹങ്ങൾ അള്ളാഹു നമുക്ക് നൽകും, ബറക്കത്തുകൾ അള്ളാഹു നമുക്ക് നൽകും. വിശുദ്ധ ഖുർആൻ 14-ാം അധ്യായം സൂറത്ത് ഇബ്രാഹിമിലെ 7-ാമത്തെ ആയത്തിൽ ഈ കാര്യം പഠിപ്പിച്ചു തന്നു. അള്ളാഹു പറയാണ്, വഇദ് തഅദ്ദന റബ്ബുക്കും, നിങ്ങളുടെ രക്ഷിതാവ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്, ലഇൻ ശകർത്തും ലഅസീദന്നകും, ലഇൻ ശകർത്തും നിങ്ങൾ നന്ദിയുള്ളവരാണെങ്കിൽ, ലഅസീദന്നകും നാം നിങ്ങൾക്ക് അധികരിപ്പിച്ചു നൽകുന്നതാണ്. ഉള്ളതിന് നന്ദി കാണിച്ചാൽ ഉള്ളതിലേറെ നാം വർദ്ധിപ്പിച്ചു നൽകുന്നതാണ്. വലഇൻ കഫറതും, അല്ല നിങ്ങൾ നന്ദികേടാണ് കാണിക്കുന്നതെങ്കിലോ, ഇന്ന അദാബി ലശദീദ്, എന്റെ ശിക്ഷ കഠിനമാണ്, ഞാൻ അതിയായി ശിക്ഷിക്കുന്നവനാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ചില ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് അള്ളാഹുവിന് നന്ദി കാണിക്കാൻ സാധിക്കുകയും അതിലൂടെ ബറക്കത്ത് നമുക്ക് ലഭിക്കുകയും ചെയ്യും. ഇപ്പൊ നോക്ക് നിങ്ങൾ, നമ്മുടെ വീട്ടിലേക്ക് കയറി പോകുമ്പോൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് വീട്ടുകാരോട് സലാം പറയുന്നത് പോലും പ്രത്യേകം ബറക്കത്ത് കിട്ടുന്ന കാര്യമായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അവിടുന്ന് പറയുകയുണ്ടായി, അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. അബൂ ഹുറൈറയല്ല, അല്ല, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു എന്നാണ് ഹദീസ്. ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്യുന്ന 2698-ാം നമ്പർ ഹദീസാണ്. അൻ അനസ് ഇബ്നു മാലിക്, അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാല ലി റസൂലുള്ളാഹ്, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു, യാ ബുനയ്യ, പൊന്നുമോനെ, ഇദാ ദഖൽത അലാ അഹ്ലിക്, നീ നിന്റെ വീട്ടിലേക്ക്, നിന്റെ കുടുംബത്തിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ ഫസല്ലി, നീ സലാം പറയണം. യകൂനു ബറക്കത്തൻ അലൈക വഅലാ അഹ്ലി ബൈതിക, അത് നിനക്കും നിന്റെ വീട്ടുകാർക്കും ബറക്കത്ത് ലഭിക്കാൻ കാരണമാകും. നോക്ക് നിങ്ങൾ, മിക്ക ആളുകളും കൂട്ടുകാരോട് സലാം പറയും, കുടുംബക്കാരോട് സലാം പറയും, കടയിലുള്ളവരോട് സലാം പറയും, അധ്യാപകരോട് സലാം പറയും, സ്വന്തം വീട്ടിലേക്ക് ഒന്നും പറയാതെ ഇങ്ങനെ കയറി വരും. സഹോദരിമാരെ, നമ്മുടെ വീട്ടിലേക്ക് അങ്ങനെ മക്കൾ കയറി വരുമ്പോൾ അവരെ നമ്മൾ ഓർമ്മപ്പെടുത്തണം. അത് നമുക്കും അവർക്കും ബറക്കത്ത് ലഭിക്കുന്ന കാര്യമാണ്. സലാം പറഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് കയറണം. അതാണ് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിനെ യാ ബുനയ്യ, പൊന്നുമോനെ എന്ന് വിളിച്ചുകൊണ്ട് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ഇദാ ദഖൽത അലാ അഹ്ലിക്, നിന്റെ വീട്ടിലേക്ക് നീ പ്രവേശിച്ചാൽ ഫസല്ലിം, സലാം പറയണം. യകൂനു ബറക്കത്തൻ അലൈക വഅലാ അഹ്ലി ബൈതിക, അത് നിനക്കും നിന്റെ വീട്ടുകാർക്കും ബറക്കത്ത് കിട്ടാൻ കാരണമാകും. സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മൾ സമ്പത്ത് ചെലവഴിക്കുകയാണെങ്കിൽ നമ്മുടെ സമ്പത്ത് ഒട്ടും കുറഞ്ഞു പോവുകയല്ല ചെയ്യുന്നത്, മറിച്ച് ഉള്ളതിൽ വർധനമുണ്ടാവുകയാണ്, ബറക്കത്തുണ്ടാവുകയാണ്. 100 രൂപയുള്ള ഞാൻ അതിൽ നിന്ന് 10 രൂപ ചിലവഴിച്ചാൽ അത് 90 രൂപയായി കുറയുമ്പോൾ ആ 100 രൂപ കൊണ്ട് നടക്കുന്ന കാര്യങ്ങൾ 50 രൂപ കൊണ്ട് നടക്കുകയും ബാക്കി 40 രൂപ ബാക്കിയാവുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. അങ്ങനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്ക് ചെറിയ സംഖ്യ കൊണ്ട് വലിയ കാര്യങ്ങൾ നടക്കും. ആ നിലക്ക് അത് നമുക്ക് ഉപകാരപ്പെടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻഫിഖ് യ ഇബ്ന ആദം, അല്ലാഹ് പറഞ്ഞിരിക്കുകയാണ്, അൻഫിഖ് യ ഇബ്ന ആദം യുൻഫഖ് അലൈഹി,
മനുഷ്യ, നീ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്ക്, നിന്റെ മേൽ ചിലവഴിക്കപ്പെടും. നീ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുകയാണെങ്കിൽ നിന്റെ മേൽ ചെലവഴിക്കപ്പെടും എന്ന് അള്ളാഹു പറഞ്ഞതായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. മാത്രവുമല്ല, ഓരോരുത്തരും നേരം പുലരുമ്പോൾ 2 മലക്കുകൾ വരുമെന്നും, ഒന്നാമത്തെ മലക്ക് അള്ളാഹു മഅതി മുൻഫിക്കൻ ഖലഫ, അള്ളാഹു ഇയാൾ ചെലവഴിക്കുന്ന ആളാണെങ്കിൽ കൂടുതൽ കൊടുക്കണേ, ബറക്കത്ത് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അല്ല, ഇയാള് അടുത്ത മലക്ക് പ്രാർത്ഥിക്കുന്നത് എന്താണ്? അള്ളാഹു മഅതി മുംസിക്കൻ തലഫ, ഇയാൾ പിശുക്കനാണെങ്കിൽ, പിടിച്ചു വെക്കുന്ന ആളാണെങ്കിൽ ഉള്ളത് നശിപ്പിക്കണേ എന്ന് മറ്റേ മലക്ക് പ്രാർത്ഥിക്കും. അതുകൊണ്ട് ഒരാളും ദാനം ചെയ്തതിന്റെ പേരിൽ സമ്പത്ത് കുറഞ്ഞു പോകൂല, അവൻ തുലഞ്ഞു പോവുകയില്ല, അവൻ പാപ്പരാവുകയില്ല, ഉള്ളതിൽ അള്ളാഹു ബറക്കത്ത് ചെയ്യും എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ അള്ളാഹു നമുക്ക് ബറക്കത്ത് ചെയ്യാൻ കാരണമാകുന്ന മറ്റൊരു കാര്യമാണ് കുടുംബ ബന്ധം ചേർക്കുക. അത് വലിയ പുണ്യമുള്ള കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ കുറിച്ച് പറഞ്ഞത് തന്നെ അർറഹിമു മുഅല്ലഖത്തുൻ ബിൽ അർശ്, സിംഹാസനവുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ് കുടുംബ ബന്ധം. തഖൂലു, അത് പറയുന്നുണ്ട്, മൻ വസലനി വസലഹുല്ലാഹ് വമൻ ഖതഅനി ഖതഅഹുല്ലാഹ്, എന്നോട് ബന്ധം ചേർക്കുന്നവനോട് അള്ളാഹു ബന്ധം ചേർക്കും, എന്നോട് ബന്ധം മുറിക്കുന്നവനോട് അള്ളാഹു ബന്ധം മുറിക്കും. കുടുംബ ബന്ധം ചേർക്കുന്നതിലൂടെ നമ്മെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ഏകനായ റബ്ബിനോടുള്ള ബന്ധമാണ് നമുക്ക് ലഭിക്കുന്നത്. എന്താണ് നമ്മുടെ വിഷയവുമായി അതിനുള്ള ബന്ധം? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അഹബ്ബ അയ്യുബ്സത ലഹു ഫി റിസ്ഖിഹി വയുൻസഉ ലഹു ഫി അസരിഹി, ആർക്കെങ്കിലും ഉപജീവനത്തിൽ വർധനവുണ്ടാകണമെന്നും ആയുസ്സിൽ വർധനവുണ്ടാകണമെന്നും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഉപജീവനത്തിൽ ബറക്കത്ത് ലഭിക്കാൻ, ആയുസ്സിൽ വർധനവുണ്ടാകാൻ എന്ത് ചെയ്യണമെന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്? ഫൽയസിലു റഹിമഹു, അവൻ കുടുംബ ബന്ധം ചേർത്ത് കൊള്ളട്ടെ. തന്റെ ഉപജീവനത്തിൽ, തന്റെ ഭക്ഷണത്തിൽ, തന്റെ സമ്പത്തിൽ വർധനവും ബറക്കത്തും ലഭിക്കണമെങ്കിൽ, ആയുസ്സിൽ വർധനം ഉണ്ടാകണമെങ്കിൽ അവൻ കുടുംബ ബന്ധം ചേർക്കട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുപോലെ തന്നെ അള്ളാഹു നമുക്ക് ബറക്കത്ത് ചെയ്യാൻ നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഏത് പ്രതിസന്ധികളിലും അള്ളാഹുവിൽ തവക്കുലാക്കുക, അവനിൽ ബരമേൽപ്പിക്കുക എന്നത്. വിശുദ്ധ ഖുർആനിൽ 65-ാം അധ്യായം സൂറത്തു ത്വലാഖിലെ 3-ാമത്തെ ആയത്തിൽ അള്ളാഹു പഠിപ്പിച്ചു, വമൻ യതവക്കൽ അലല്ലാഹ് ഫഹുവ ഹസ്ബുഹു, ആരെങ്കിലും അള്ളാഹുവിൽ ബരമേൽപ്പിക്കുന്ന പക്ഷം അവന് അള്ളാഹു തന്നെ മതിയാകുന്നതാണ്. ഇന്നല്ലാഹ ബാലിഗു അംരിഹി, തീർച്ചയായും അള്ളാഹു കാര്യങ്ങൾ പൂർത്തിയാക്കുന്നവനാണ്, പ്രാപിക്കുന്നവനാണ്. ഖദ് ജഅലല്ലാഹു ലികുല്ലി ഷൈഇൻ ഖദറാ, തീർച്ചയായും അള്ളാഹു എല്ലാ കാര്യങ്ങൾക്കും കൃത്യമായ ഒരു ക്രമം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ആരെങ്കിലും അള്ളാഹുവിൽ ബരമേൽപ്പിക്കുകയാണെങ്കിൽ അവൻ അള്ളാഹു മതി എന്നാണ്. അള്ളാഹുവിൽ ബരമേൽപ്പിക്കുന്നവന് കാര്യങ്ങൾ അള്ളാഹു നൽകിക്കൊടുക്കും എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നു. ചില ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ലൗ അന്നകും കുൻതും തതവക്കലൂന അലല്ലാഹി ഹഖ തവക്കുലിഹി, നിങ്ങൾ ബരമേൽപ്പിക്കേണ്ട വിധം അള്ളാഹുവിൽ ബരമേൽപ്പിക്കുകയാണെങ്കിൽ. എന്താണ് ഈ ഹഖ തവക്കുലിഹി എന്നൊക്കെ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. നമ്മൾ ചെയ്യേണ്ടതൊക്കെ നമ്മൾ ചെയ്യണം, നമ്മൾ അള്ളാഹുവിൽ നിന്നാണ് എല്ലാം കിട്ടുന്നത് എന്ന് ഉറച്ച് വിശ്വസിക്കണം. എന്റെ കയ്യാലെ അല്ല ഒന്നും നടക്കുന്നത് എന്ന് മനസ്സ് പറയണം. അങ്ങനെ അള്ളാഹുവിൽ ബരമേൽപ്പിച്ച് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ അതാണ് ഹഖ തവക്കുലിഹി. അങ്ങനെ ഒരാൾ തവക്കുലാക്കേണ്ട വിധം അള്ളാഹുവിന്റെ മേൽ ബരമേൽപ്പിക്കുകയാണെങ്കിൽ ലറുസിഖ്തും കമാ തുർസഖുൽ ത്വയ്ർ തഗ്ദു ഖിമാസം വതറൂഹു ബിത്വാനാ, റസൂലുള്ളാഹി പറയാണ്, തുർസഖുൽ ത്വയ്ർ കമാ തുർസഖുൽ ത്വയ്ർ, കമാ തുർസഖുൽ ത്വയ്ർ, പക്ഷികൾക്ക് ഉപജീവനം കിട്ടുന്ന പോലെ കാലിയായ വയറുകളുമായി കൂടുകളിൽ നിന്ന് രാവിലെ പുറപ്പെടുന്ന പക്ഷികൾ വൈകുന്നേരം നിറവയറുകളോടെ കൂടണയുന്നുവെങ്കിൽ അവർക്ക് ഭക്ഷണം നൽകിയതുപോലെ അള്ളാഹു നിങ്ങൾക്ക് ഭക്ഷണം നൽകും, നിങ്ങൾ ബരമേൽപ്പിക്കേണ്ട വിധം അള്ളാഹുവിൽ ബരമേൽപ്പിക്കുന്നുണ്ടെങ്കിൽ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സഹോദരങ്ങളെ, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുന്നത് പ്രത്യേകം ബറക്കത്ത് കിട്ടാൻ കാരണമാകുന്ന ഒരു കാര്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ ഏത് സൂറത്തും ഏത് ആയത്തും പാരായണം ചെയ്യുന്നതിന് വലിയ മഹത്വമാണ്. സൂറത്തുൽ ബഖറക്ക് അത് ഏറ്റവും മഹത്തായ സൂറത്തായി പഠിപ്പിച്ചു.
സൂറത്തുൽ ഫാത്തിഹയാണ് വിശുദ്ധ ഖുർആനിലെ ഏറ്റവും പ്രബലമായ, ഏറ്റവും മഹത്തായ, ശ്രേഷ്ഠമായ സൂറത്ത് എന്ന് പഠിപ്പിച്ചു. ആയത്തുൽ കുർസിയാണ് ഏറ്റവും മഹത്തായ ആയത്ത് എന്ന് പഠിപ്പിച്ചു. ആമിന റസൂലു എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ബഖറയിലെ ഏറ്റവും അവസാനത്തെ 2 ആയത്തുകൾ അള്ളാഹു നമുക്ക് നൽകിയ സമ്മാനമാണ് എന്ന് പഠിപ്പിച്ചു. കൂട്ടത്തിൽ ഒരു ഹദീസ് നമുക്ക് കാണാം. അബൂ ഉമാമ അൽ ബാഹിലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, ഇഖ്റഉ സൂറത്തുൽ ബഖറ, നിങ്ങൾ സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുക. ഫഇന്ന അഖ്ദഹാ ബറക വതർകഹാ ഹസ്റ വലാ തസ്തതിഉഹാ അൽ ബത്ല. എന്താണ് പ്രവാചകന്റെ വാചകം നോക്കി നിങ്ങൾ. ഫഇന്ന അഖ്ദഹാ ബറക, കാരണം ആ സൂറത്ത് സ്വീകരിക്കൽ, സൂറത്തുൽ ബഖറ പാരായണം ചെയ്തുകൊണ്ട് അതിനെ ഉപയോഗപ്പെടുത്തൽ ഒരു ബറക്കത്തായ കാര്യമാണ്. വതർകഹാ ഹസ്റ, അതിനെ ഉപേക്ഷിക്കൽ ഒരു നഷ്ടമാണ്. വലാ തസ്തതിഉഹാ അൽ ബത്ല, മാരണക്കാർക്ക് അതൊരിക്കലും താങ്ങാൻ സാധിക്കൂല. സിഹ്റും ചെയ്ത് നടക്കുന്ന ആളുകൾക്ക്, തെറ്റുകളിൽ മുഴുകുന്ന ആളുകൾക്ക്, ബാത്തുലിന്റെ ആളുകൾക്ക് അതിന് സാധ്യമല്ല. ഹക്കിന്റെ ആളുകളാണ് സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുന്നവർ. അത് ബറക്കത്തായ കാര്യമാണ്. അത് നഷ്ടപ്പെടുത്തൽ വലിയ നഷ്ടമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സഹോദരങ്ങളെ, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കൽ ബറക്കത്താക്കപ്പെട്ട കാര്യം. കഴിയുന്നതും ഒരു വീട്ടിലുള്ള ഭാര്യയും മക്കളും ഒക്കെ ഭർത്താവിന്റെ കൂടെ, ഉപ്പയുടെ കൂടെ ഒരുമിച്ച് ഒരു പാത്രത്തിൽ നിന്ന് തിന്നാൻ പറ്റുമെങ്കിൽ അത് വലിയ കാര്യമാണ്. സാധ്യമല്ലെങ്കിൽ ഒരു സമയത്തെങ്കിലും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. എല്ലാ നേരത്തെ ഭക്ഷണവും എല്ലായ്പ്പോഴും എല്ലാവർക്കും ഒരുമിച്ച് തിന്നാൻ കഴിയില്ലെങ്കിലും എപ്പോഴെങ്കിലും ബോധപൂർവം സമയമുണ്ടാക്കി ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ നാം തയ്യാറാകണം എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ചില ആളുകൾ വന്നിട്ട് പരാതി പറയാണ്, ഇന്നാ നഅ്കുലു വലാ നശ്ബഉ, പ്രവാചകരെ, ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്, പക്ഷെ വയറ് നിറഞ്ഞ പോലെ തോന്നണില്ല, ഒരു റാഹത്ത് കിട്ടണില്ല, ഒരു മനസ്സംതൃപ്തി ലഭിക്കുന്നില്ല ഭക്ഷണം കഴിച്ചിട്ടും. ഞങ്ങൾ തിന്നുന്നുണ്ട്, പക്ഷേ ഒരു മനസ്സംതൃപ്തി ഇല്ല. തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോടായി ചോദിക്കുകയാണ്, നിങ്ങൾ ഫലഅല്ലക്കും തഅ്കുലൂന മുതഫരിഖീൻ, അപ്പൊ നിങ്ങൾ എന്താ വെവ്വേറെ ഇരുന്നാണോ, വേറെ വേറെ ഇരുന്നാണോ ഭക്ഷണം കഴിക്കാറ്? അവിടെയും ഇവിടെയും വേറെ വേറെ ഇരുന്നാണോ നിങ്ങൾ ഭക്ഷിക്കാറ്? ഖാലു, അവർ പറയുകയാണ്, നഅം, അതെ പ്രവാചകരെ. ഖാല, അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു, ഫജ്തമിഉ അലാ തുആമിക്കും, നിങ്ങൾ നിങ്ങളുടെ ഭക്ഷണത്തിന് വേണ്ടി ഒന്ന് ഒരുമിച്ചിരിക്കണേ, നിങ്ങൾ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണേ. വദ്കുറുസ്മല്ലാഹ്, അല്ലാഹുവിനെ നിങ്ങൾ ഓർക്കുകയും ചെയ്യണേ. എന്നിട്ട് റസൂലുള്ള പറയാണ്, യുബാരിക് ലക്കും ഫീഹ്, എങ്കിൽ നിങ്ങൾക്ക് ബറക്കത്ത് നൽകപ്പെടും, അല്ലാഹു നിങ്ങൾക്ക് ബറക്കത്ത് ചൊരിയും. നിങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, ബിസ്മി ചൊല്ലി ഭക്ഷണം കഴിക്കുക. ഭക്ഷണ മര്യാദകൾ പാലിക്കുന്നതിന് പോലും അല്ലാഹു ബറക്കത്ത് ചെയ്യുമെന്ന് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഇങ്ങനെ ചെറിയ ചെറിയ ചില സുന്നത്തുകൾ നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ വലിയ കാര്യമാണ്. മറ്റൊരു ഹദീസിൽ കാണാം, കുലു ജമീഅ, നിങ്ങൾ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കൂ, വലാ തഫറഖു, നിങ്ങൾ വേറിട്ടിരുന്ന് ഭക്ഷണം കഴിക്കല്ല. ഫഇന്നൽ ബറകത മഅൽ ജമാഅ, ഒരുമിച്ചിരിക്കുന്നതിനാണ് അല്ലാഹു ബറക്കത്ത് ചൊരിയുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ഭക്ഷണത്തിന്റെ കാര്യം മാത്രമല്ല, ഏത് കാര്യത്തിലും ഒരു സംഘമായി ഒന്നിച്ചൊരു കൂട്ടായ്മയായി നിൽക്കുമ്പോൾ അതിൽ ബറക്കത്ത് കൂടുകയാണ്. ഒറ്റക്കൊറ്റക്ക് ചെയ്യാത്ത പലതും ഒന്നിച്ചു നിൽക്കുമ്പോൾ ചെയ്യാൻ കഴിയും. അതിൽ അല്ലാഹു ബറക്കത്ത് ചെയ്യും, അനുഗ്രഹം ചൊരിയും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ചില ഹദീസുകളിൽ നമുക്ക് കാണാം, അവിടുന്ന് കച്ചവടത്തിൽ സത്യസന്ധത പുലർത്തിയാലേ അള്ളാഹു ആ കച്ചവടത്തിൽ ബറക്കത്ത് ചെയ്യുകയുള്ളൂ എന്ന് പഠിപ്പിച്ചു. ബറക്കത്ത് കിട്ടാനുള്ള ഒരു മാർഗമാണ് നമ്മൾ നടത്തുന്ന ഇടപാടുകളിൽ, പ്രത്യേകിച്ച് കച്ചവട മാർഗങ്ങളിൽ വാങ്ങുമ്പോഴും കൊടുക്കുമ്പോഴും ഒക്കെ ബറക്കത്ത് ലഭിക്കണമെങ്കിൽ സത്യസന്ധത പുലർത്തുക എന്നത്. നാം വിൽക്കുന്ന ഒരു വസ്തുവിന് വല്ല ന്യൂനതയും കുറവും പോരായ്മയും ഉണ്ടെങ്കിൽ അത് തുറന്നു പറഞ്ഞ് വ്യക്തമാക്കി മാത്രം കച്ചവടം നടത്തുക എന്നത്. അതുപോലെ തന്നെ അതിന് കൊള്ള ലാഭം എടുക്കാതെ സത്യസന്ധമായി അതിന്റെ വില പറഞ്ഞ് ഇത്രയാണ് അതിന് ലാഭം എന്ന് പറഞ്ഞ്, ഇനി പറയുന്നില്ലെങ്കിൽ തന്നെയും അവനെ പറ്റിക്കാതെ, വഞ്ചിക്കാതെ, ന്യൂനത മറച്ചു വെക്കാതെ സത്യസന്ധമായി കച്ചവടം നടത്തിയാൽ ബറക്കത്ത് ലഭിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ബയ്യാനി, കച്ചവടം നടത്തുന്ന രണ്ടാള്, കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്ന രണ്ടുപേർ, ബിൽ ഖിയാർ മാ ലം യതഫറഖ,
അവരവിടുന്ന് പിരിഞ്ഞു പോകുന്നതിന് മുമ്പ് ആ കച്ചവടത്തിൽ നിന്ന് ഒഴിവാകാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഫൈൻ സ്വതക്കാ, രണ്ടുപേരും സത്യസന്ധനായി കൊണ്ടാണ് കച്ചവടം നടത്തുന്നതെങ്കിൽ, രണ്ടുപേരും സത്യസന്ധരാണെങ്കിൽ, അതിന്റെ ന്യൂനത വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ, രണ്ടുപേരുടെയും കച്ചവടത്തിൽ അവർക്ക് ബറക്കത്ത് ലഭിക്കും, അനുഗ്രഹം ലഭിക്കും. നുണ പറഞ്ഞോ, ന്യൂനത മറച്ചു വെച്ചോ ആണെങ്കിൽ, അവരുടെ കച്ചവടത്തിന്റെ ബറക്കത്ത് ഇല്ലാതെയാകും. കുറെ വസ്തുക്കൾ വിറ്റിട്ട് എന്താണ് കാര്യം? വിറ്റ് കിട്ടുന്ന പണത്തിൽ ബറക്കത്ത് ലഭിക്കുകയില്ല. കുറെ ലാഭം കിട്ടിയിട്ട് എന്ത് കാര്യം? ആ ലാഭം ഉപകാരപ്പെടുകയില്ല. അതുകൊണ്ട് എന്തു വേണം? ന്യൂനത മറച്ചു വെക്കാതെ തുറന്നു പറഞ്ഞ് വ്യക്തമാക്കി സത്യസന്ധമായി കച്ചവടം നടത്തിയാൽ അതിൽ ബറക്കത്തുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. എന്തെങ്കിലും വസ്തു ആർക്കെങ്കിലും കൊടുക്കുമ്പോൾ പോലും അത് അളന്ന് തൂക്കി കൊടുക്കണം, കൃത്യമായി അളന്നു കൊടുക്കണം എന്ന് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. കീലു തുആമക്കും യുബാറക് ലക്കും, നിങ്ങൾ നിങ്ങളുടെ ഭക്ഷണം അളന്നു വെക്കൂ. നമ്മൾ എന്തൊരു സാധനം വെക്കുമ്പോഴും അത് ഇത്രയാണ്, ഇത്ര അളവാണ്, ഇത്ര എണ്ണമാണ്, ഇങ്ങനെ അളന്ന് തൂക്കി കണക്കാക്കി കാര്യങ്ങൾ ചെയ്യുക എന്നത് ബറക്കത്ത് ലഭിക്കുന്ന കാര്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഞാൻ ദീർഘമായി സംസാരിക്കുകയല്ല, പറഞ്ഞതിന്റെ ചുരുക്കം, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ബറക്കത്ത് ചെയ്യാൻ ഇത്തരം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് നമ്മൾ ആ നിലക്ക് തന്നെ ചെയ്യുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ധാരാളം ബറക്കത്ത് ചൊരിയും എന്നാണ്. അതോടൊപ്പം ഗൗരവമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അല്ലാഹു നിശ്ചയിച്ച വസ്തുവിലല്ലാതെ പ്രത്യേക ഒരു വസ്തുവിൽ ബറക്കത്തുള്ളതായി വിശ്വസിക്കാനോ, അല്ലെങ്കിൽ അള്ളാഹുവും റസൂലും പഠിപ്പിച്ച രൂപത്തിലല്ലാതെ ഒരു പ്രത്യേക രൂപത്തിൽ ബറക്കത്ത് എടുക്കാനോ ഇസ്ലാം അനുവാദം നൽകുന്നില്ല എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ചില ആളുകളൊക്കെ ബറക്കത്ത് എടുക്കുക എന്ന് പറഞ്ഞ് ഏതെങ്കിലും വ്യക്തിയുടെ അടുക്കൽ ചെല്ലുന്നു, അവരുടെ കൈ മുത്തുന്നു, അവിടെ നിന്ന് ലഭിക്കുന്ന എണ്ണയോ അരിയോ വാങ്ങുന്നു, അത് തന്റെ ഭക്ഷണത്തിലേക്ക് ഉൾപ്പെടുത്തിയാൽ അതിൽ ബറക്കത്തുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അവിടെ നിന്ന് കിട്ടുന്ന ചരടോ മന്ത്രിച്ചൂതിയോ നൂലോ മറ്റോ കിട്ടിയാൽ അത് ജീവിതത്തിലെ പ്രയാസം മാറുമെന്ന് വിശ്വസിക്കുന്നു. ആ വ്യക്തിക്ക് പ്രത്യേകം ബറക്കത്തുണ്ട്, അനുഗ്രഹമുണ്ട് എന്നവർ വിചാരിക്കുന്നു. ഇങ്ങനത്തെ ഒരു ബറക്കത്ത് എടുക്കുന്ന സമ്പ്രദായം ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. മറിച്ച് പണ്ഡിതന്മാർ 3 നിബന്ധനകൾ പ്രത്യേകം പറഞ്ഞു. ഒന്നാമത്തേത്, ബറക്കത്ത് നൽകുന്നവൻ അള്ളാഹു മാത്രമാണ് എന്ന് ഉറച്ചു വിശ്വസിക്കണം. രണ്ടാമത്തേത്, ബറക്കത്തുണ്ട് എന്ന് അള്ളാഹുവും അവന്റെ പ്രവാചകനും പഠിപ്പിച്ച കാര്യമായിരിക്കണം. മൂന്നാമത്തേത്, അതിന് ബറക്കത്തിന് വേണ്ടി ഉപയോഗിക്കാൻ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ മാതൃകയുണ്ടാകണം. പ്രവാചകൻ പഠിപ്പിച്ച രൂപത്തിലായിരിക്കണം അതുകൊണ്ട് ബറക്കത്ത് എടുക്കേണ്ടത്. ഇപ്പൊ മാഉ സംസം, സംസം വെള്ളം, അതുകൊണ്ട് എങ്ങനെയാ ബറക്കത്ത് എടുക്കൽ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, മാഉ സംസം ലിമാ ശുരിബല, എന്തിനു വേണ്ടിയാണോ വെള്ളം സംസം വെള്ളം കുടിക്കുന്നത് അത് അതിനു വേണ്ടിയുള്ളതാണ് എന്ന് പറഞ്ഞു. അപ്പൊ സംസം വെള്ളം നല്ല ഉദ്ദേശത്തോടെ കുടിക്കുക എന്നത്, പ്രത്യേകിച്ച് ഉംറയുടെ തവാഫൊക്കെ കഴിഞ്ഞാൽ ധാരാളമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാഉ സംസം, സംസം വെള്ളം കുടിക്കാറുണ്ടായിരുന്നു എന്ന് ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. അപ്പൊ ഹദീസുകളിൽ വന്ന രൂപത്തിൽ മാത്രമേ ഒരു വസ്തു കൊണ്ട് ബറക്കത്ത് എടുക്കാൻ പറ്റുകയുള്ളൂ. അത് ആ വെള്ളത്തിന്റെ പ്രത്യേകതയല്ല, ആ വെള്ളത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ബറക്കത്ത് ചൊരിയുകയാണ്. ബറക്കത്ത് ചൊരിയുന്നവൻ അള്ളയാണ്. അപ്പോ അള്ളാഹുവാണ് ബറക്കത്ത് ചെയ്യുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോ അള്ളാഹുവോ പഠിപ്പിച്ച കാര്യത്തിലായിരിക്കണം, പഠിപ്പിച്ച രൂപത്തിൽ ആയിരിക്കണം. ഈ 3 നിബന്ധനകളോടുകൂടി മാത്രമേ യഥാർത്ഥത്തിൽ ബറക്കത്ത് എടുക്കാൻ പറ്റുകയുള്ളൂ എന്ന് കൂടി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. പ്രത്യേകിച്ച് അങ്ങനെ പറയാനുള്ള കാരണം, ചില ആളുകളൊക്കെ ഖബറ് തൊട്ടുമുത്തുക, അവിടെ പോയി വിളക്ക് കത്തിക്കുക, അവിടെ പൂവിടുക, അവിടെ കുമ്പിടുക, അവിടെ സുജൂദ് ചെയ്യുക, അതിൽ പ്രത്യേകം ബറക്കത്തുണ്ട്, അതിനരികിൽ ചെന്നിരുന്നാൽ വലിയ കാര്യമാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഒരു വേള ബറക്കത്ത് ഇല്ലെന്ന് മാത്രമല്ല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിന് എതിരാവുക വഴി ബിദ്അത്താണ് എന്നു മാത്രമല്ല, ചിലപ്പോഴൊക്കെ ശിർക്കിലേക്ക് എത്തുന്ന കാര്യങ്ങൾ പോലും അതിലൂടെ കടന്നു വരുന്നുണ്ട് എന്നുകൂടി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനും പ്രവാചകചര്യയും പഠിപ്പിക്കുന്ന രൂപത്തിൽ കാര്യങ്ങൾ നിർവഹിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ബറക്കത്തിന്
അർഹരായി ജീവിക്കാൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ നല്ല കർമ്മങ്ങളും അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.